ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുന്നത് മോഹൻ ബഗാന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച്. 2-നെതിരെ 3 ഗോളുകൾക്ക് മോഹൻ ബഗാൻ വിജയിച്ചെങ്കിലും തുടർച്ചയായി ബെനോലി കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്നലത്തെ മത്സരത്തിൽ വിജയിക്കേണ്ടതായിരുന്നു. 1-നെതിരെ 2 ഗോളിന്റെ ലീഡ് ഉണ്ടായിരുന്നു. സുഭാശിഷ് ബോസ് മോഹൻ ബഗാന് വേണ്ടി രണ്ടാമത് നേടിയ ഗോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗോൾ കീപ്പർ ഗുർമീതിനെ ഫൗൾ ചെയ്ത് തന്നെയാണ് ശരിക്കും വീഡിയോയിൽ വ്യക്തമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ശരിക്കും നിർണായകമായ പോയിന്റുകളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്നലെ നഷ്ടമായത്. മത്സരശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കോച്ച് തന്നെ പറഞ്ഞു, ചില സമയങ്ങളിൽ 12 പേരുമായി കളിക്കേണ്ടി വരും. ശരിക്കും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബെനോലിക്ക് കീഴിൽ തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഡ്യൂറന്റ് കപ്പിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയാണ് അവർ കിരീടം ചൂടിയത്. അതേ പ്രകടനം തന്നെയാണ് ഇന്നലെ കാഴ്ചവെച്ചത്. മോഹൻ ബഗാനെ ശരിക്കും വിറപ്പിച്ച് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കീഴടങ്ങിയത്. റഫറിയുടെ പിഴവ് മൂലമാണ് അവർക്ക് പരാജയപ്പെട്ടതും നിർണായകമായ പോയിന്റ് നഷ്ടമായതും. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റു ടീമുകളൊക്കെ കരുതിയിരിക്കുക. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ശക്തരാണ്. ഇത്തവണ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും മുംബൈ സിറ്റിക്കൊന്നും അത്ര എളുപ്പത്തിലൊന്നും കിരീടം നേടാൻ കഴിയില്ല. തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പോലുള്ള ടീമുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലുണ്ട്. കാത്തിരിക്കേണ്ടി വരും വരും മത്സരങ്ങളിൽ.